ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ച് അധികമുണ്ട്. അപ്പോൾ 2 പാർട്ടുകളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതേപോലെ പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ വിവിധ സബ്ജക്റ്റുകളുടേതുണ്ട്. BA-ൻ്റെ ആണ് കേട്ടോ. MA-ൻ്റെ ഇല്ല, MA-ൻ്റെ ഉണ്ടോയെന്ന് പലരും ചോദിക്കണം. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറുണ്ട്. വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് എന്നാണ്. ഇന്ത്യയിലെ പ്രധാന ചരിത്രപരമായിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങളും അതിൻ്റെ പ്രാധാന്യങ്ങളും. അപ്പോൾ കുറേ സ്ഥലങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഇതിൽ. കുറേ സ്ഥലങ്ങൾ മീൻസ് ചരിത്ര പ്രാധാന്യമുള്ള കുറച്ച് ഇടങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. കുറച്ചധികം ഉണ്ട് ഇത്. അപ്പോൾ 2 പാർട്ടാക്കിയത് കേട്ടോ. അപ്പോൾ നോക്കാം. അതിലാദ്യം വരുന്നത് കീഴടിയാണ്. കീഴടി മധുര, ശിവഗംഗ ജില്ലകളുടെ അതിർത്തിയിൽ സുലൈമാനിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ് കീഴടി. 2013-14 ASI അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വൈഗാ നദീതടത്തിലെ 293 സ്ഥലങ്ങളിൽ പര്യവേഷണം നടത്തി. അപ്പോൾ കീഴടിയിലെ പള്ളിച്ചന്തടയിലെ 2ാം ഘട്ട ഉത്ഖനനത്തിൽ വൈഗാ നദിയുടെ തീരത്ത് തഴച്ചു വളരുന്ന ഒരു പുരാതന നാഗരികത വെളിപ്പെട്ടു. ആ നാഗരികത എവിടത്തെയാണ്? കീഴടിയിലെയാണെന്നാണ് അവരുടെ വാദം. ASIയുടെ കീഴിൽ കീഴടി ഉത്ഖനന സ്ഥലത്ത് ഇലകളുടെ രൂപം കൊണ്ട് അലങ്കരിച്ച ഒരു മൺപാത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പാണ്ഡ്യരാജ്യത്തിൻ്റെ മുൻ തലസ്ഥാനത്തിനടുത്തുള്ള ഒരു നഗരവാസ സ്ഥലത്തിൻ്റെ തെളിവുകളോട് ഇവർ കൂട്ടിച്ചേർത്തു. അതുമായിട്ട് സമയം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്തു. 72 സെൻറ്റിമീറ്റർ വീതിയും 42 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ആ കാലത്ത് KR അമർനാഥ് രാമകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ASI സംഘമാണ് കണ്ടെത്തിയത്. ASI എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംഘമാണ് കണ്ടെത്തിയത്. ഖനനത്തിനിടെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയ അലങ്കാര പാത്രം ഇത്തരത്തിലുള്ള ആദ്യത്തേതാണെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ശുദ്ധമായ നദിമണലടങ്ങിയ പാത്രം ഒരു ജലസംഭരണ കേന്ദ്രത്തിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടാണ് ASI പഠിക്കുന്നത്. സൈറ്റിലെ മറ്റ് 2 കുഴികളിൽ വ്യത്യസ്ത ആകൃതിയിലുള്ള സമാനമായ 2 മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കലത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം അനിശ്ചിതത്വത്തിലാണ്. അതായത് അറിയില്ല എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പോൾ അതിൽ മൺതരികൾ ഉള്ളതുകൊണ്ട് ജലസംഭരണി ആയിരിക്കാമെന്ന് ധരിക്കുകയാണ്. അതായത് ചിന്തിക്കുകയാണ്, ഉറപ്പൊന്നും പറയാനില്ല. പള്ളിച്ചണ്ടൈതടൽ എന്ന പുരാതന പുരാവസ്തുക്കൾ അടങ്ങിയ സൈറ്റ് സംഘകാലഘട്ടത്തിൽ ഉത്തരേന്ത്യയുമായും പാശ്ചാത്യ ലോകവുമായും വ്യാപാര ബന്ധമുള്ള ഒരു നഗരവാസ സ്ഥലമായിട്ടാണ് ASI നിർദ്ദേശിക്കുന്നത്. വേദാചലം വാദിക്കുന്നത് തിരുവിളയിടൽ പുരാണത്തിൽ മണലൂരിനെ മണലൂരിനെ അദ്ദേഹം. അപ്പോൾ മണലൂരിനോട് ബന്ധപ്പെട്ടിട്ടാണ് അതിനെ കീഴടിയെ കണക്കാക്കുന്നത്. പിന്നീട് കോന്തകൈ അന്ന് കീഴടിയും ബ്രാഹ്മണർ സമ്മാനിച്ച കുന്തിദേവി ചതുർവേദി മംഗലമായിട്ട് ലയിപ്പിച്ചു. ആ ഒരു പ്രദേശത്തോട് അതിനെ കുന്തിദേവിയും മംഗലദേവിയോടുമായിട്ടുള്ള പ്രദേശങ്ങളോട് അതൊക്കെ ഒരു പ്രദേശങ്ങളുടെ പേരുകളാണ് കേട്ടോ. നമ്മളിതൊക്കെ നമുക്ക് ആദ്യമായിട്ടിരിക്കും അതിനോട് ലയിപ്പിച്ചു. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതാണ് കീഴടി ആരാണ് കണ്ടെത്തിയത്, കീഴടിയിൽ നിന്നുള്ള തെളിവുകളായിട്ട് നമുക്ക് ലഭിച്ചത് എന്താണ്. അപ്പോൾ എന്താണ്? ഇലകളുടെ അലങ്കാരങ്ങളോട് കൂടിയ മൺപാത്രമാണ്. ആരാണ്? അമർനാഥ് രാമകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനോട് സമീപത്തെ ശിവഗംഗ ജില്ലയിലെ കീഴടി എന്ന ചെറിയ ഗ്രാമം അടുത്തിടെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആ കീഴടി ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരു മ്യൂസിയം തന്നെ അവിടെ തുറന്നിട്ടുണ്ട്. പ്രദേശത്തെ 15,000 പുരാവസ്തുക്കൾ ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ചെട്ടിനാട് മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത മ്യൂസിയം 18.8 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ മൺപാത്രങ്ങൾ, സ്പിൻഡിൽ ചുഴികൾ, അതുപോലെ ചെമ്പ് സൂചികൾ, മൈക്രോലിത്ത് ഉപകരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയവ ആ മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 2021 മെയ്യിൽ അധികാരമേറ്റ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 2023 മാർച്ചിൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം പ്രദേശവാസികൾക്കും അതുപോലെ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ഇത്രയാണ് അത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തേത് ഖജുരാവോ ക്ഷേത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഖജുരാവോ മധ്യപ്രദേശിലെ ഒരു പുരാതന നഗരമാണ് ഖജുരാവോ. 10ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ ബുന്ദേൽഖണ്ഡിലെ ചന്ദേല രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഈ ഖജുരാവോ എന്ന പ്രദേശം.
35 ബ്രാഹ്മണ ജൈന ക്ഷേത്രങ്ങളുടെ സാന്നിധ്യം ഈ സ്ഥലത്തെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നു. അപ്പോൾ ഖജുരാഹോയുടെ ചരിത്ര പ്രാധാന്യം ചോദിച്ചാൽ എന്താണ്? ബുദ്ധ ജൈന മതക്കാരുടേതായിട്ടുള്ള 35 ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്, ഖജുരാഹോയിലുണ്ട്. അതാണ് അതിൻ്റെ ചരിത്ര പ്രാധാന്യം. ASI പറഞ്ഞത്, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് ചന്ദേല ഭരണാധികാരികളുടെ കാലത്ത് നിർമ്മിച്ച ഈ 35 ക്ഷേത്രങ്ങൾ അബു റൈഹാൻ അൽ ബിറൂണിയും അതുപോലെ പിന്നീട് വന്ന അറബ് സഞ്ചാരികളായ ഇബ്നു ബത്തൂത്തയുടെയും രചനകളിൽ പരാമർശിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുണ്ട് അതിന്. 11ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മഹ്മൂദ് ഗസ്നിക്കൊപ്പം ഇന്ത്യ സന്ദർശിച്ച അബു റിഹാൻ അൽ ബിറൂണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് അദ്ദേഹത്തിന് മുഴുവൻ പേരാണ് പറയുന്നത്. അൽ ബിറൂണി ഇതിനെ ദൈവങ്ങളുടെ നഗരം എന്നാണ് വിളിച്ചത്. അത്രയും ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അൽ ബിറൂണി അതിനെ എന്താണ് ദൈവങ്ങളുടെ നഗരം എന്ന് വിളിച്ചത്. സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം കാരണം യുനെസ്കോ നിലവിൽ ഖജുരാഹോയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സ്ഥലത്തിന് ചുറ്റുമുള്ള പ്രദേശം ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ചരിത്ര സ്ഥലമാണ്. പുരാതന കാലത്ത് ഇത് വാഡ്സ് എന്നും ചന്ദേല രാജവംശത്തിൻ്റെ കാലത്ത് ജജകഭുക്തി എന്നും 14ാം നൂറ്റാണ്ടിന് ശേഷം ബുന്ദേൽഖണ്ഡ് എന്നും അറിയപ്പെട്ടു. അപ്പോൾ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്, അത് മനസ്സിലാക്കിയാണ്. ജജകഭുക്തി അതിൻ്റെ സമ്പന്നമായ സംസ്കാരത്തിൻ്റെ പേരിൽ ആഘോഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രയും സമ്പന്നമായ സംസ്കാരമാണ് ജജകഭുക്തി എന്ന് വിളിക്കുന്ന സമയത്ത് ഖജുരാഹോയിൽ ഉണ്ടായിരുന്നത്. ഗുപ്തന്മാരുടെ കാലത്തും ഈ പ്രദേശം സാംസ്കാരിക വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രാദേശിക പാരമ്പര്യമനുസരിച്ച്, അതായത് ആ പ്രദേശത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് ഈ സ്ഥലത്ത് 85 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ 25 ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇപ്പോഴും അത് ഉപയോഗത്തിലുണ്ട്. എല്ലാം സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, സംരക്ഷിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കില്ല കേട്ടോ. 9ാം നൂറ്റാണ്ടിലാണ് ഈ സ്ഥലത്തെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഹിന്ദുമതത്തിൻ്റെ വളർന്നു വരുന്ന ആശയം ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തെ സ്വാധീനിച്ചു. മധ്യേന്ത്യയിൽ നിലനിന്നിരുന്ന ക്ഷേത്രവാസ്തുവിദ്യാ ശൈലിയുടെ പാരമ്പര്യമാണിത് പ്രതിനിധീകരിക്കുന്നത്. ക്ഷേത്രവാസ്തുവിദ്യയുടെ നഗരശൈലിയിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നഗരവാസ്തുവിദ്യയിൽ സാധാരണയായിട്ട് ഒരു ചതുരാകൃതിയിലുള്ള ഒരു ശ്രീകോവിലുണ്ട്. അത് പിന്നീട് ക്രൂശിത രൂപത്തിലേക്ക് മാറി. ഒരു ശിഖരം അല്ലെങ്കിൽ ശിഖരം എന്ന് പറയും. അതിൻ്റെ ഉച്ചിയിൽ നമുക്ക് കാണാം. ഒരു ശിഖരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൊമ്പാണ്, അതല്ല, ഇതിങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വസ്തുവാണ് കേട്ടോ. ഈ സവിശേഷതകൾ ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ചാരുതയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ചുറ്റുമതിലുകളും ജഗതികൾ എന്ന് വിളിക്കപ്പെടുന്ന ഉയർന്ന പ്ലാറ്റ്ഫോമുകളുള്ള ക്ഷേത്രങ്ങൾ ഉയരത്തിലാണ് പണിതിരുന്നത്. ഖജുരാഹോയിലെ മിക്ക ക്ഷേത്രങ്ങളും മണൽക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. എങ്കിലും അവയിൽ 4 കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ടതാണ് ഇത്, ഈ മണൽക്കല്ല് എന്ന് പറയുന്നത്. 875 മുതൽ 900 CE നിർമ്മിച്ച ചൗസാത്തി യോഗിനി എന്ന് പറഞ്ഞാൽ 64 താന്ത്രിക ദേവതകൾ ആയിരുന്നു അതിലെ പ്രധാനികൾ. താന്ത്രിക ദേവതകൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന 64 ശ്രീകോവിൽ മുറികളുള്ള ഇവിടെ ചതുരാകൃതിയിലുള്ള മുറ്റത്തിന് ചുറ്റുമാണത് ക്ഷേത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ലാൽ ഗുവാൻ, ഹാദേവ, ബ്രഹ്മാവ്, അതുപോലെ മാതംഗേശ്വര ക്ഷേത്രങ്ങൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഖജുരാഹോയിലെ ശില്പങ്ങളെ 5 തരംതിരിച്ചിട്ടുണ്ട്. ആദ്യ വിഭാഗത്തിൽ ഔപചാരിക ആരാധനാ ചിത്രങ്ങളാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗത്തിൽ പരിവാർ അഥവാ കുടുംബം, പർവ അല്ലെങ്കിൽ അറ്റൻഡൻറ്റ്, അതുപോലെ ആവരണ ദേവതകൾ, ദൈവങ്ങളെ ഉൾക്കൊള്ളുന്ന ക്ഷേത്രങ്ങൾ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ വിഭാഗത്തിൽ അപ്സരസ്സുകൾ അതുപോലെ സുരസുന്ദരികളുമാണ് ഉൾപ്പെടുന്നത്. പിന്നെ 4ാമത്തെ വിഭാഗത്തിൽ ആഭ്യന്തര രംഗങ്ങൾ, നർത്തകർ, സംഗീതജ്ഞർ, അതുപോലെ കോട്ടിക് ദമ്പതികൾ, ഈറ്റ് തുടങ്ങിയ മതേതര ശില്പങ്ങളാണ് ഉൾപ്പെടുന്നത്. 5ാമത്തെ വിഭാഗത്തിൽ മൃഗങ്ങളുടെ ശില്പങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അങ്ങനെ 5 വിഭാഗങ്ങളായിട്ടാണ് അവിടുത്തെ ക്ഷേത്രങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ഖജുരാഹോയിലെ ശില്പങ്ങൾ വൈവിധ്യമാർന്ന പണ്ഡിത വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അവ സമകാലിക സമൂഹത്തിൻ്റെ അയഞ്ഞ ധാർമ്മിക നിലവാരത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ചിലർ വാദിക്കുന്നത്. മറ്റുള്ളവർ വാദിക്കുന്നത് കാമസൂത്രത്തിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ലൈംഗിക ഭാവങ്ങളെ ചിത്രീകരിക്കുന്നു എന്നാണ്.
ആ ക്ഷേത്രങ്ങളിൽ ഓരോ രൂപങ്ങളും. ആത്മീയവും ശാരീരികവുമായ ആനന്ദത്തെ രക്ഷയിലേക്കുള്ള പാതയായിട്ട് വീക്ഷിച്ചിരുന്ന മധ്യകാല ഇന്ത്യൻ വിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രതിനിധാനങ്ങളായിട്ടാണ് മറ്റുള്ളവർ ഇതിനെ കണക്കാക്കുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ട്. ശുംഗ കാലഘട്ടം മുതൽ അമരാവതി, മധുര കലാലയങ്ങൾ വരെയുള്ള ആവർത്തിച്ചുള്ള പ്രമേയമാണ് മിഥുന മോട്ടിഫ് അല്ലെങ്കിൽ പ്രണയ ദമ്പതികൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിനാൽ ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളുടെ കൂട്ടം പുരാവസ്തുപരമായിട്ടും ചരിത്രപരമായിട്ടും ഗംഭീരമായ ശില്പങ്ങൾ, അതുപോലെ വാസ്തുവിദ്യാ സവിശേഷതകൾ, ക്ഷേത്ര സമുച്ചയങ്ങൾ എന്നിവയിൽ പ്രാധാന്യം അറിയിക്കുന്നവയാണ്. ആദ്യകാല മധ്യകാല ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അതിമനോഹരമായ സൃഷ്ടികൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിധത്തിലാണ് ഖജുരാഹോയിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഖജുരാഹോയെക്കുറിച്ച്. അത് മാത്രം ചോദിക്കും ചിലപ്പോൾ. ഇനി ഹംപിയെക്കുറിച്ച്. കർണാടകയിലെ വിജയനഗർ ജില്ലയിൽ തുംഗഭദ്ര നദിയുടെ തെക്ക് തീരത്താണ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഹംപി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഖജുരാഹോയെ പോലെ തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണിത്, ഹംപിയും കേട്ടോ. ചരിത്ര സ്മാരകങ്ങളും അതുപോലെ ഹംപി ഗ്രാമവും കൊണ്ട് പ്രദേശത്തിൻ്റെ അത്ഭുതകരമായ ചരിത്രം ഈ സൈറ്റ് നമുക്ക് കാണിച്ചു തരുന്നു. 4100 ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ഈ ഗ്രാമം പഴയകാല പ്രതാപം നിലനിർത്തുന്ന ഒന്നാണ്. 14ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവും ഉറപ്പുള്ള നഗരവുമായിരുന്നു ഹംപി. ഇപ്പോൾ പൺവേട് ചോദിക്കും, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം ഹംപിയാണ് കേട്ടോ. വിദേശ സഞ്ചാരികളുടെ ചരിത്രത്തിൽ ഈ നഗരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നഗരത്തിൻ്റെ സ്മാരകങ്ങൾ ഹരിഹര ഒന്നാമൻ്റെ കാലം മുതൽ സദാശിവരായ വരെ അവരെ നിർമ്മിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. സദാശിവരായർ എന്നുള്ളത് വിജയനഗരത്തിലൊരു ഭരണാധികാരിയാണ്. ഹരിഹരൻ ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ. അതിൽ ഹരിഹരൻ്റെ കാലം മുതൽ സദാശിവരായ വരെയുള്ള കാലഘട്ടത്തിലാണ് അതിൽ പ്രധാന നിർമ്മിതികളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. പമ്പാ ക്ഷേത്രം അല്ലെങ്കിൽ ഭാസ്കര ക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരം അത്യധികമായിട്ട് 1565 തളിക്കോട്ട യുദ്ധത്തിനുള്ള ആക്രമണശേഷം നശിച്ചു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ വർഷങ്ങൾക്കെല്ലാം ശേഷം വിശാലമായ സ്ഥലത്ത് നിരവധി സ്മാരകങ്ങൾ നിലനിൽക്കുന്നു. അതായത് ആക്രമണങ്ങളുണ്ടായി, വർഷങ്ങളെല്ലാം കഴിഞ്ഞു പോയെങ്കിലും ആ സ്ഥലത്ത് ഇപ്പോഴും നിരവധി സ്മാരകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചിലത് നന്നായി നിലകൊള്ളുന്നു, മറ്റു ചിലത് അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് കൃത്യമായത് എന്ന് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ എന്നർത്ഥം കേട്ടോ. ജോൺ ഗോളിങ്സ, ജോൺ ഫ്രിക്സ്, ജോർജ് മിഷേൽ തുടങ്ങിയവരുടെ അഭിപ്രായത്തിൽ നഗരത്തെ വിശുദ്ധ കേന്ദ്രം, നഗരകേന്ദ്രം, രാജകീയ കേന്ദ്രം, സബർബൻ കേന്ദ്രം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. വിജയനഗര കാലഘട്ടത്തിന് മുമ്പുള്ള ചരിത്രമാണ് ഈ പുണ്യകേന്ദ്രത്തിനുള്ളത്. വിശുദ്ധ കേന്ദ്രത്തിലെ ചില ക്ഷേത്രങ്ങൾ 8-9 നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അത്രയും കാലത്തെ പഴക്കമുള്ളതാണ്. ഈ മുൻകാല നിർമ്മാണങ്ങളിൽ ഭൂരിഭാഗവും ഹോമകൂട കുന്നിനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര കാലഘട്ടത്തിൽ വിപുലമായ ക്ഷേത്രങ്ങളും ചെറിയ ആരാധനാലയങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ. തിരുവാക്ഷ ക്ഷേത്രം, കൃഷ്ണക്ഷേത്ര സമുച്ചയം, വിഠലസ്വാമി ക്ഷേത്രം, മാതംഗ ഹിൽ, സരസ്വതി ക്ഷേത്രം, വൈഷ്ണവ ക്ഷേത്രം, അതുപോലെ വീരഭദ്ര ക്ഷേത്രം എന്നിവയാണ് പുണ്യകേന്ദ്രങ്ങളിലെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. ജലസേചന താഴ്വരയുടെ തെക്ക് ഭാഗത്താണ് നഗരകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൂറ്റൻ കോട്ടകൾ, റോഡുകൾ, ഗേറ്റ്വേകൾ, അതുപോലെ നിരവധി ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് ഈ സൈറ്റ് പ്രശസ്തമാണ്. ക്ഷേത്രങ്ങളും നഗരകേന്ദ്രത്തിൻ്റെ വടക്ക് കിഴക്ക്, കിഴക്ക്, അതുപോലെ തെക്ക് കിഴക്ക് താഴ്വരയിൽ നിരവധി നശിച്ച ക്ഷേത്രങ്ങൾ, നശിച്ചാണ് ആ കാലഘട്ടത്തിൽ പ്രൗഢമായതാണ്, പിന്നീട് നശിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡപങ്ങൾ, ടാങ്കുകൾ, കിണറുകൾ, അതുപോലെ മൺപാത്രങ്ങൾ എന്നിവയും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വിജയനഗര കാലത്തെ ആവാസ വ്യവസ്ഥയുടെ ഒരു സാന്നിധ്യമാണ് ഈ പറയപ്പെട്ട സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതിൽ നിന്ന് നമുക്ക് തെളിവായിട്ട് ലഭിക്കുന്നത്. ഈ നഗര സമുച്ചയങ്ങളുടെ ഒരു പ്രധാന വശം വിവിധ സാമൂഹിക ഗ്രൂപ്പുകളുമായുള്ള അവരുടെ ബന്ധമാണ്. കിഴക്കൻ താഴ്വരയിലെ ആരാധനാലയങ്ങൾ ജൈനവാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജൈനമതം ഉണ്ടായിരുന്നു, അവിടെ വ്യാപകമായിരുന്നു എന്ന വാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. നഗരകേന്ദ്രത്തിൻ്റെ വടക്ക് കിഴക്കൻ താഴ്വരയിലാണ് ഇസ്ലാമിക ശവകുടീരങ്ങളും സെമിത്തേരികളും പള്ളികളും സ്ഥിതി ചെയ്തിരുന്നത്. നഗരകേന്ദ്രത്തിൻ്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള രാജകീയ കേന്ദ്രത്തിലായിരുന്നു രാജാവിൻ്റെ ആസ്ഥാനം.
ഈ പ്രദേശം മതിലുകളും ഗേറ്റ് വേകളും കൊണ്ട് വേർതിരിച്ച് വിവിധ ആചാരപരവും ഭരണപരവും പാർപ്പിടപരവുമായിട്ടുള്ള ഘടനകൾ ഉൾക്കൊള്ളുന്ന ഒരു സമുച്ചയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വാസ്തുവിദ്യാപരമായിട്ട് രാജകീയ കേന്ദ്രം നിരവധി ചുറ്റുപാടുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ മതിലുകൾ നിർമ്മിക്കുകയും പ്രത്യേക ഗേറ്റ് വേകളിലൂടെ പ്രവേശിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചുറ്റുമതിലുകളിൽ കൊട്ടാരങ്ങളുടെ ശിലാസ്ഥാപനങ്ങൾ, ഉയർന്ന പ്ലാറ്റ്ഫോമുകൾ, ഹാളുകൾ, അതുപോലെ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. പവലിയനുകൾ, അതുപോലെ വാച്ച് ടവറുകൾ, സ്റ്റേബിളുകൾ, ബാത്ത് ഹൗസുകൾ, കൂടാതെ നിരവധി ഡ്രെയിനുകൾ, ജലസംഭരണികൾ, കിണറുകൾ എന്നിങ്ങനെ ഇസ്ലാമിക ശൈലിയോട് സാമ്യമുള്ള ഘടനകളും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കലയിലും വാസ്തുവിദ്യയിലും എന്താ പറയുക, വളരെയധികം, അതായത് വിജയനഗര സാമ്രാജ്യം അത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാജകീയ കേന്ദ്രത്തിനുള്ള എലിഫൻ്റ് സ്റ്റേബിൾ, അതുപോലെ അഷ്ടഭുജാകൃതിയിലുള്ള ഗോപുരം, ബാർഡ് ടവർ, നോബിൾമെൻസ് ക്വാർട്ടർ തുടങ്ങിയ ഘടനകളിൽ ഈ പരസ്പര സ്വാധീനം, ഇസ്ലാമിക ഹൈന്ദവ സ്വാധീനം ഇതിലുണ്ടായിരുന്നു എന്നതിന് തെളിയിക്കുന്നുണ്ട്. ഇന്തോ സാരസറിക് ഡിസൈനുകളുടെ സംയോജനവും ഇവിടെ പ്രകടം. ഇന്തോ സാരസനിക് കേട്ടോ, അങ്ങനെയാണ് പറയുക കേട്ടോ. ഈ സവിശേഷതകളെല്ലാം വിജയനഗരത്തിൻ്റെ ചരിത്രം പുനരവലോകനം ചെയ്യാൻ ആളുകളെ ഹംപിയിലേക്ക് ആകർഷിക്കും. അതായത് വിജയനഗരത്തിന് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഏത് പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ ഹംപി എന്ന പ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ ചരിത്രപരമായ അവശിഷ്ടങ്ങളെക്കുറിച്ചും പഠനം നടത്തിയാൽ മതി. അപ്പോൾ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഡെസ്റ്റിനേഷനാണ് ഏത് ഹംപി എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി ഭീംബേദ്ക മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലാണ് ഭീംബേദ്ക സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രശസ്തമായ റോക്ക് ആർട്ട് ഏരിയ, അതായത് പാറ തുരന്നുണ്ടാക്കിയ കലാരൂപങ്ങളുടെ ഒരു ഏരിയയാണ് ഏത് ഭീംബേദ്ക. അതിന് പേര് കേട്ട സ്ഥലമാണത്. ലോവർ പാലിയോലിത്തിക് കാലഘട്ടം മുതൽ ചരിത്ര കാലഘട്ടം വരെയുള്ള മനുഷ്യ അധിനിവേശത്തിൻ്റെ വിപുലമായ ശ്രേണിയുടെ തെളിവുകൾ ഈ സൈറ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഭീംബേദ്കയിൽ 700-ലധികം പാറ ഷെൽട്ടറുകൾ ഉണ്ട്. റോക്ക് ഷെൽട്ടർ എന്നാണ് പറയുക കേട്ടോ. അതിൽ 400 ഗുഹകളിൽ മധുരശിലായുഗം മുതൽ മധ്യകാല ഘട്ടം വരെയുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാം. ഈ പെയിൻറ്റിങ്ങുകൾ ലോവർ പാലിയോലിത്തിക് കാലഘട്ടം മുതൽ ചരിത്ര കാലഘട്ടം വരെയുള്ള തുടർച്ചയായ, അതായത് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്ന രീതിയിൽ പോരുന്ന സാംസ്കാരിക പ്രതിനിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അത്രയും സംസ്കാരങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത് എന്നർത്ഥം. പിന്നെ വിനായക, ബോൻഡ്രാവാലി, ഭീംബേദ്ക, ലഗചുവാൻ, ഈസ്റ്റ് ലഗചുവാൻ, വെസ്റ്റ് എന്നീ 5 കുന്നുകൾ ഉൾക്കൊള്ളുന്ന ഈ സൈറ്റ് പഠിക്കാൻ കഴിയില്ല. 5 കുന്നുകൾ ഈ സൈറ്റിലുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ മതി കേട്ടോ. 1892 ഹെക്ടറിലധികം വ്യാപിച്ച് കിടക്കുന്നു. ഇത്രയാണ് 1892 ഹെക്ടറിലധികം സ്ഥലത്ത് ഇവിടുത്തെ പാറ ഷെൽട്ടറുകൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 1981 വിഷ്ണു ശ്രീധർ വങ്കാക്കറാണ് ഈ സ്ഥലം ആദ്യമായിട്ട് കണ്ടെത്തിയത്. വിഷ്ണു ശ്രീധർ വങ്കാക്കർ ഏത് സ്ഥലം? ഹംപി ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഭീംബേദ്ക റോക്ക് ആർട്ടിലെ തീമുകൾ ജീവിതത്തെയും അതുപോലെ വേട്ടയാടൽ രംഗങ്ങളെയും മതചിഹ്നങ്ങളെയും പ്രതിനിധീകരിക്കുന്നവയാണ്. മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, അതുപോലെ ബണ്ടിങ് രംഗങ്ങൾ, സംഗീതവും നൃത്തവും, ആചാരങ്ങൾ, പ്രകൃതി, ഭൗതിക സംസ്കാരം എന്നിങ്ങനെ റോക്ക് ആർട്ട് വിഷയങ്ങളെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ അഭിപ്രായത്തിൽ ഭീംബേദ്കയിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. യുനെസ്കോ പറയുന്നത് ഭീംബേദ്കയിലെ പ്രധാന കണ്ടെത്തലുകൾ: 1, ലോവർ പാലിയോലിത്തിക് യുഗത്തിലെ കാലഘട്ടത്തിലെ കണ്ടെത്തലുകളുണ്ട്. പിന്നെ മിഡിൽ പാലിയോലിത്തിക് ടൂളുകൾ അവിടെ കണ്ടെത്തുന്നുണ്ട്. അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. മെസോലിത്തിക് മധ്യശിലായുഗ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചാൽക്കോലിത്തിക് കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളും ഭീംബേദ്കയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ചരിത്രപരമായ ഒരുപാട് തെളിവുകളും ഭീംബേദ്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. ഭീംബേദ്കയിൽ നിന്ന് കണ്ടെത്തിയ ശിലാോപകരണങ്ങളിൽ ഭൂരിഭാഗവും മണൽ കലർന്ന ക്വാർട്ട്സൈറ്റിൽ നിന്നാണ് ക്വാർട്ട്സൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പ്രദേശത്ത് ധാരാളമായി കാണപ്പെടുകയും ചെയ്തിരുന്നു. എങ്കിലും ഗ്രേ ക്വാർട്ട്സൈറ്റിൻ്റെ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് മെറ്റീരിയൽ വിദൂര സ്ഥലങ്ങളിൽ നിന്ന്, അതായത് അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മെറ്റീരിയൽ കൊണ്ടുവന്നിരുന്നു എന്നതിൻ്റെ തെളിവുകളാണത് കാണിക്കുന്നത്. ഭീംബേദ്ക ഗുഹകളിലെ ശിലാചിത്രങ്ങൾ മനുഷ്യ നാഗരികതയുടെ ക്രമാനുഗതമായ വികാസത്തെ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒന്ന് കഴിഞ്ഞ് അടുത്ത കാലഘട്ടങ്ങൾ, അങ്ങനെ ക്രമമായിട്ട് ഒരുപാട് കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തെ ചിത്രീകരിക്കുന്നു. അപ്പോൾ ക്രമാനുഗതമായ വികാസത്തെ പ്രതിനിധീകരിക്കുന്നവയാണ് ഭീംബേദ്കയിലെ മനുഷ്യനിർമ്മിതമായ ശിലാവശിഷ്ടങ്ങൾ. മനുഷ്യ പെയിൻറ്റിങ്ങുകൾ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ വേട്ടയാടൽ രീതികളെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും കാലാനുസൃതമായ ധാരണയെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ച നൽകുന്നവയാണ്. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഭീംബേദ്കയിലെ ഓരോ കണ്ടെത്തലുകൾ കേട്ടോ. ഇനി മറ്റൊന്ന് മഹാബലിപുരമാണ്. മഹാബലിപുരത്തിൻ്റെ പ്രത്യേകതകൾ.
തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് ജില്ലയിലെ ഒരു പട്ടണമാണ് മഹാബലിപുരം. പാറയിൽ തീർത്ത ഏകശിലാക്ഷേത്രങ്ങൾ, ശില്പങ്ങൾ, ഘടനാപരമായ രൂപങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സ്മാരകങ്ങൾക്ക് ഈ സ്ഥലം പ്രശസ്തമാണ്, പേരുകേട്ടതാണ്. പല്ലവരുടെ തുറമുഖ നഗരമായിരുന്നു ഏത് മഹാബലിപുരം. സെവൻ പ്രദേശങ്ങൾ എന്നാണ്, അതായത് സെവൻ പഗോഡകൾ കേട്ടോ എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീയിൽ മഹാബലിപുരത്തെ ഒരു തുറമുഖമായിട്ട് ഒരു ഗ്രന്ഥമാണ് കേട്ടോ, പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ എന്ന് പറയുന്നത്. അതിൽ മഹാബലിപുരത്തെ ഒരു തുറമുഖമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ടോളമി അതിനെ മലങ്കെ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ റോമൻ നാണയങ്ങൾ കണ്ടെടുക്കപ്പെട്ടത് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു അത് എന്നതിൻ്റെ ഒരു സൂചന കൂടി നൽകുന്നു. മഹാബലിപുരത്തിൻ്റെ ആധുനിക നാമം പല്ലവ ഭരണാധികാരിയായ നരസിംഹവർമ്മൻ്റെ പേരിൽ നിന്നാണ് മാമല്ലപുരം എന്ന് ഉരുത്തിരിഞ്ഞു വന്നത്. ദക്ഷിണേന്ത്യയിലെ പല്ലവ ഭരണാധികാരികളുടേതാണ് മഹാബലിപുരത്തെ മിക്കവാറും എല്ലാ സ്മാരകങ്ങളും. ഇന്ത്യൻ വാസ്തുവിദ്യയിൽ ഇതിനൊരു പ്രധാന സ്ഥാനവുമുണ്ട്. ഈ ഘടനകൾ 6-ാം നൂറ്റാണ്ടിലെ ഈ പ്രദേശത്തിൻ്റെ കരകൗശലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്മാരകങ്ങൾ യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ശിവരാമമൂർത്തിയുടെ അഭിപ്രായത്തിൽ നിർമ്മാണ രീതി അനുസരിച്ച് ഇവിടുത്തെ മഹാബലിപുരത്തെ സ്മാരകങ്ങളെ അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കുക. ഒന്ന് മോണോലിത്തുകൾ എന്നാണ്, ഏകശില നിർമ്മിതികൾ. ഇതിനർത്ഥം പാറയിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു സ്വതന്ത്ര ക്ഷേത്രം എന്നാണ്. സ്വതന്ത്രമായി നിൽക്കുന്ന 5 ഏകശിലാക്ഷേത്രങ്ങൾ മഹാബലിപുരത്തുണ്ട്. നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ കാലത്താണത് നിർമ്മിക്കപ്പെട്ടത്. പാണ്ഡവ സഹോദരന്മാരുടെയും അവരുടെ പത്നിയായ ദ്രൗപദിയും ആയിട്ടുള്ള അവരുടെ അടുപ്പവും പ്രാദേശിക പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ അത് രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയും. പിന്നെ വരുന്നത് ക്ഷേത്രങ്ങളാണ്, ടെമ്പിളുകൾ. അർജുനൻ്റെ തപസ്സിന് മുൻനിർത്തിയുള്ള തലശയന പെരുമാൾ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട തലശയന ക്ഷേത്രം കേട്ടോ. പിന്നെ മണ്ഡപങ്ങൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മണ്ഡപങ്ങൾ അതായത് വരാഹഗുഹ 1, വരാഹഗുഹ 2, അതോരോ ഗുഹകൾക്ക് അങ്ങനെ പേര് കൊടുക്കുന്നത് നമുക്ക് പഠിക്കാൻ. അപ്പം തരംതിരിവുകളാണ് പഠിച്ചാൽ മതി. ഒന്നെന്താണ് മോണോലിത്തുകൾ, 2 ടെമ്പിൾസ് ക്ഷേത്രങ്ങൾ, മൂന്നാമത്തത് ധാരാളം മണ്ഡപങ്ങൾ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ കൊത്തുപണി കൊണ്ടുള്ള ദൃശ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട നിർമ്മിതികളായിട്ട് അദ്ദേഹം കാണുന്നത് കേട്ടോ. ഇനി മറ്റൊന്ന് തഞ്ചാവൂരിനെ കുറിച്ചാണ്. തഞ്ചാവൂരിന് സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവുമുണ്ട്. തഞ്ചാവൂർ ചിത്രങ്ങൾ, കർണാടക സംഗീതം, സംഗീതോപകരണങ്ങൾ, ഉത്സവങ്ങൾ, പാചകരീതികൾ എന്നിവയിൽ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം പ്രതിഫലിപ്പിക്കുന്ന പ്രദേശമാണ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് തഞ്ചാവൂരിനെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഇന്ത്യ ഗവൺമെൻറ് അനുഭവിച്ച 3 ഭൂമിശാസ്ത്രപരമായ സൂചകങ്ങളാണ് തഞ്ചാവൂർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. തഞ്ചാവൂർ വീണ, തഞ്ചാവൂർ ഡോമിസ്, പിന്നെ അതുപോലെ തഞ്ചാവൂർ പെയിൻറ്റിങ്ങുകൾ. ഇതാണ് അത് 3 തഞ്ചാവൂർ 2 പ്രധാന ആഘോഷങ്ങൾക്ക് പേരുകേട്ട പ്രദേശം കൂടിയാണ്. ഏതാണ്? നടാഞ്ഞലി നൃത്തോത്സവവും കർണാടക സംഗീത സദസ്സും കേട്ടോ. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രമാണ് നാടാഞ്ഞലി ഡാൻസിംഗ് ഫെസ്റ്റിവലിന് പ്രസിദ്ധിയാർജിച്ചത്. കോസ്മിക് നർത്തകനായ ശിവന് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ക്ലാസിക്കൽ നർത്തകർ പങ്കെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തോത്സവമാണ് നാടാചാര നൃത്തോത്സവം എന്ന് പറയുന്നത്. മഹാശിവരാത്രിയുടെ തലേ ദിവസമാണിത് ആഘോഷിക്കപ്പെടുന്നത്. ശിവന് വേണ്ടി വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും ലോകശ്രദ്ധ ആകർഷിക്കുന്നതിലും ഈ ഉത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. തഞ്ചാവൂർ വീണയുടെ നിർമ്മാണത്തിന് ഈ നഗരം പ്രസിദ്ധമാണ്. തഞ്ചാവൂർ നായക് രാജവംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവായ രഘുനാഥ് നായക്കാർട്ട് വീണ വികസിപ്പിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ നവീകരണത്തിന് തമിഴ്നാട്ടിലെ പരമ്പരാഗത വീണയിൽ ചതുരാകൃതിയിലുള്ള പണ്ടൽ, അതായത് പാത്രത്തിൻ്റെ ആകൃതിയിലുള്ളൊരു ഭാഗം കേട്ടോ, അതുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഒരു വ്യത്യസ്ത രാഗങ്ങൾ വായിക്കാൻ സംഗീതജ്ഞർ ഇതിനെ ക്രമപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തഞ്ചാവൂർ അതുപോലെ മറ്റൊന്നാണ് തഞ്ചാവൂർ പാവകൾക്ക് പ്രശസ്തമായിട്ടുള്ള നഗരമാണ് തഞ്ചാവൂർ. പാവകളെ നവരാത്രി ഉത്സവവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവരത് തയ്യാറാക്കുന്നത്. അവിടെ കുടുംബങ്ങൾ ഈ പാവകൾ കൊണ്ട് വീട് അലങ്കരിക്കും. എങ്ങനെ? ഉത്സവ സമയത്ത്. തഞ്ചാവൂർ ചിത്രങ്ങൾ ദേവന്മാരെയും ദേവതകളെയും ചിത്രീകരിക്കുന്നതിന് തെക്കൻ ലോയ്ഡയിലും പ്രസിദ്ധമായിരുന്നു. ഭൂമിശാസ്ത്രപരമായ സൂചക നൽകി ഇന്ത്യ ഗവൺമെൻറ് ഈ പെയിൻറ്റിങ്ങുകൾ അംഗീകരിച്ചിട്ടുണ്ട്. സങ്കീർണമായ പെയിൻറ്റിങ് അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിന് ഗ്ലാസ് മുത്തുകളും അർദ്ധവിലയേറിയ കല്ലുകളും ഉപയോഗിച്ചിരുന്നു. ഇത്രയാണ് തഞ്ചാവൂരിൻ്റെ. അപ്പോൾ പ്രസിദ്ധമായത് എന്തിനൊക്കെയാണ്? തഞ്ചാവൂരിൻ്റെ സംഗീതം, അതുപോലെ തന്നെ നാട്ടാഞ്ജലി നൃത്തോത്സവം, പിന്നെ തഞ്ചാവൂർ പാവ, തഞ്ചാവൂർ വീണ.
ഇതിനെല്ലാം പേര് കേട്ടതാണ് കേട്ടോ. പിന്നെ ലോക പൈതൃക യുനെസ്കോ അംഗീകരിച്ച ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇനി മറ്റൊന്നാണ് അജന്ത ആൻഡ് എല്ലോറ ഗുഹകൾ. അജന്ത എല്ലോറ ഗുഹകളെക്കുറിച്ച്. അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുഹകൾ വിവിധ നൂറ്റാണ്ടുകളായിട്ട് ബുദ്ധ, ഹിന്ദു, ജൈന മതകലകളുടെ സമന്വയത്തെയാണ് പ്രതിനിധി. അതായത് 3 മതങ്ങളുടെ ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം, ഇതിൻ്റെ 3ൻ്റെയും ഒരു സമന്വയമാണ് അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ. എല്ലോറ ഗുഹ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പേരെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അജന്ത ഗുഹകളിൽ ആകെ 30 ഗുഹകളും അവയിൽ ഒരു ഗുഹ പൂർത്തിയാകാത്തതും 5 ഗുഹകൾ പൂർത്തിയായതും ആയിട്ടുള്ളത്. ഗുഹ 9, 10, 19, 26, 29 ഒക്കെയാണ്. ഗുഹ 9, 10, 19, 26, 29 എന്നിവ ചൈത്യഗ്രഹങ്ങൾ, ബാക്കിയുള്ളവ വിഹാരങ്ങൾ, അതായത് ആശ്രമങ്ങളുമായിട്ടാണ് കണക്കാക്കുന്നത്. പാറകളിൽ കൊത്തിയ കോണിപ്പടികളിലൂടെയാണ് ഗുഹകൾ നദിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. 2 വ്യത്യസ്ത ഘട്ടങ്ങളിലായാണ് അജന്തയിലെ ഖനനം നടത്തിയത്. ആദ്യഘട്ടം ശതവാഹന രാജവംശത്തിൻ്റെ കാലഘട്ടത്തോട് യോജിക്കുന്നതാണ്. രണ്ടാമത്തെ ഘട്ടം CE 5-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ടുകൾ വരെ വാഗാടക രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലുമാണ്. ആദ്യഘട്ടത്തിൽ 6 ഗുഹകൾ തേരവാദ ബുദ്ധമതം അനുയായികൾ ഖനനം ചെയ്തെടുത്തു. ഈ ഗുഹകൾ ലാളിത്യം, കർക്കശത, ആത്മീയത എന്നിവയുടെ പര്യായമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ 2-ാം ഘട്ടത്തിലെ മഹായാന അനുയായികളാണ് പാറകളിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അവർ ബുദ്ധൻ്റെ വിഗ്രഹരൂപങ്ങൾ ആരാധിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ബുദ്ധ മതത്തിന് പ്രാധാന്യമുള്ള ഒരുപാട് ചിത്രങ്ങൾ അവിടെ കൊത്തിവെക്കപ്പെട്ടു. എല്ലോറ ഗുഹകൾ 3 പ്രമുഖ മതങ്ങളുടെ വാസ്തുവിദ്യാ പ്രസ്ഥാനങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ബുദ്ധമതം, ബ്രാഹ്മണമതം, ജൈനമതം. ബ്രാഹ്മണമതം പറഞ്ഞാൽ ഹിന്ദുമതം തന്നെയാണ് കേട്ടോ. ജൈനമതം എന്നീ 3 മതങ്ങളുടെ രൂപങ്ങൾ ഈ പാറകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് എല്ലോറ ഗുഹയിൽ. ഇതിലാകെ 34 ഗുഹകളാണ് ഉൾപ്പെടുന്നത്. CE 6 നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ പാറകളിലെ പ്രവർത്തനങ്ങൾ നടന്നത്. 1 മുതൽ 12 വരെയുള്ള ഗുഹകൾ 5-നും 8-നും ഇടയിൽ കുഴിച്ചെടുത്തത് ഏറ്റവും വലിയ ഗുഹകളുമാണ്. ബ്രാഹ്മണിക്കൽ ഗുഹകളിൽ 13 മുതൽ 29 വരെയുള്ള ഗുഹകൾ ഉൾപ്പെടുന്നുണ്ട്. 7 മുതൽ 10 നൂറ്റാണ്ടുകളിലുള്ള ഖനനത്തിലൂടെയാണത് കുഴിച്ചെടുക്കപ്പെട്ടത്. അവസാന ഘട്ടം 9-12 നൂറ്റാണ്ടുകൾക്കിടയിലാണ് കുഴിച്ചെടുക്കപ്പെട്ടത്. ഈ ഘട്ടത്തിലാണ് ജൈന ഗുഹകളുടെ ഖനനം നടന്നത്. 30 മുതൽ 34 വരെ ഗുഹകൾ ഈ ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. ഇത്രയാണ് അജന്ത എല്ലോറ ഗുഹകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് ഹാരപ്പൻ സൈറ്റുകളെക്കുറിച്ച്. ഇന്ത്യയിലെ ഹാരപ്പൻ സൈറ്റുകൾ 2600, 1900 BC ആണ് കേട്ടോ. BC 2600, 1900 കാലഘട്ടത്തിലാണ് അഭിവൃദ്ധി പ്രാപിച്ച ആഗോളതലത്തിൽ തന്നെയുള്ള ആദ്യകാല നഗര സമൂഹങ്ങളിൽ ഒന്നായിട്ട് സിന്ധു നദീതട നാഗരികതയെ അല്ലെങ്കിൽ സിന്ധു നദീതട തീരത്ത് കാണപ്പെട്ടു തുടങ്ങി. പ്രാഥമികമായിട്ട് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൈറ്റുകൾ നാഗരികതയുടെ സവിശേഷതയായ സങ്കീർണമായ നഗരാസൂത്രണം, അതുപോലെ സാമൂഹിക സംഘാടനം, ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്നിവ പ്രകടമാക്കുന്ന രീതിയിലുള്ള ആയിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിലെ ആദ്യത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ ഹാരപ്പ തന്ത്രപരമായ രവി നദിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. മികച്ച നഗരാസൂത്രണത്തിന് പേര് കേട്ട നഗരമാണ് ഹാരപ്പ. സിന്ധു സംസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ കാണിക്കുന്ന മറ്റൊരു പ്രധാന സ്ഥലമാണ് മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന മോഹൻജദാരോ. വലിയ കുളിപ്പുര, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ, പിന്നെ കോട്ടകൾ എന്നിവയ്ക്കെല്ലാം പേര് കേട്ട നഗരമായിരുന്നു ഇത് മോഹൻജദാരോ. ഗുജറാത്തിലെ ധോളാവീര, ഹരിയാനയിലെ രവിഗർഗ്, ഗുജറാത്തിലെ ലോത്തൽ എന്നിവ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലുള്ള പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റുകളാണ്. ഈ സൈറ്റുകൾ ഒന്നിച്ച് പുരാതന നഗര ജീവിതത്തിൻ്റെ സമ്പന്നമായ ഒരു രേഖ തന്നെ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ ചരിത്ര ടൂറിസത്തിന് ഇത് നിർണായകമാണ്. അത് സന്ദർശകരെയും പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ആകർഷിക്കുന്ന സൈറ്റുകളാണ്. ഹാരപ്പൻ നാഗരികതകളിൽ ഏറ്റവും വിസ്തൃതമായ ഒന്നാണ് ധോളാവീര. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വരണ്ട റാൺ ഓഫ് കച്ചിലെ ഗാദിർബേറ്റ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൈറ്റ് കഠിനമായ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടുന്നതിലെ നാഗരികതയുടെ ചാതുര്യത്തെയാണ് കാണിക്കുന്നത്. മറ്റൊരു പ്രമുഖ സ്ഥലമാണ് രവിഗർഹ്. ഹരപ്പയിലെ ഏറ്റവും വലിയ വാസസ്ഥലങ്ങളിലൊന്ന്. ഹരപ്പനയിൽ നിന്ന് പറഞ്ഞാൽ ഹരപ്പൻ നഗരത്തിലല്ല, ഹരപ്പൻ നഗരാസൂത്രണത്തിലെ അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാസസ്ഥലങ്ങളിലൊന്നാണ് ഇത് രവിഗർഹ്. കൂടാതെ നാഗരികതയുടെ ദൈനംദിന ജീവിതത്തെയും സാമൂഹിക ഘടനയെയും കരകൗശലത്തെയും കുറിച്ച് ധാരാളം തെളിവുകൾ നൽകുന്ന ഒരു സൈറ്റ് കൂടിയാണ് ഇത് രവിഗർഹ്.
സമുദ്ര വ്യാപാരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹരപ്പൻ സൈറ്റുകളിൽ ഒന്നായിരുന്നു ലോത്തൽ. തുറമുഖ നഗരമാണ് ലോത്തൽ. ഗുജറാത്തിലാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. മെസപ്പൊട്ടോമിയ ഉൾപ്പെടെയുള്ള വിദൂര പ്രദേശങ്ങളുമായുള്ള വ്യാപാരം സുഗമമാക്കുന്നതിന് ലോത്തൽ ഏറെ സഹായകമായി. അതുപോലെ തന്നെ ഈ സൈറ്റുകൾ ഒന്നിച്ച് ഹരപ്പൻ നാഗരികതയുടെ സങ്കീർണതയെയും സംഘാടനത്തെയും സാക്ഷ്യപ്പെടുത്തുന്ന രൂപങ്ങളാണ്. ഇനി നമുക്ക് തുഗ്ലക്കാബാദ് കോട്ടയാണ്. തുഗ്ലക്കാബാദ് ഫോർട്ട്. ഡൽഹിയിൽ നിലവിലുള്ള മൂന്നാമത്തെ നഗരമായ തുഗ്ലക്കാബാദ് നിർമ്മിച്ചത് തുഗ്ലക് രാജവംശമാണ്. ഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ ഒരു പ്രധാന ഭാഗം ഭരിച്ചിരുന്ന ഒരു ശക്തമായ ഭരണവിഭാഗമായിരുന്നു തുഗ്ലക് വിഭാഗം. ഏകദേശം ഒരു നൂറ്റാണ്ട് ഭരിച്ച രാജവംശത്തിൽ തുഗ്ലക്കാബാദ്, ജഹാൻഹാര, ഫിറോസാബാദ് 3 പ്രധാന നഗരങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഒരു മെട്രോ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന കോട്ടയുള്ള നഗരമായ തുഗ്ലക്കാബാദിനെ ഗിയാസുദ്ദീൻ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. വിശാലമായ നഗരപ്രദേശം, കോട്ട, രാജകൊട്ടാരം എന്നിങ്ങനെയാണ് ആ തരംതിരിവ്. ഒരു കാലത്ത് രാജകീയ വസതിയായിരുന്ന നഗരപ്രദേശം സമീപകാല സംഭവവികാസങ്ങൾ കാരണം ഇപ്പോൾ മിക്കവാറും നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നഗരത്തിന് ചുറ്റും കൂറ്റൻ ശിലാക്കോട്ടകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടെ കൊത്തുകളികളും വിള്ളലുകളും ഉള്ള ഒരു ബാനറും അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരു ശവകുടീരം ഗിയാസുദ്ദീൻ്റെ കാലത്ത് നിർമ്മിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് ഒരു ജലസംഭരണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഹമ്മദ് തുഗ്ലക്ക് നിർമ്മിച്ച മറ്റൊരു കോട്ടയായ അബിലാസബാദും ഇതേ വംശത്തിൽ തന്നെയാണ്, ഇതേ ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് മെഹ്റൗളി ആർക്കിയോളജിക്കൽ പാർക്കാണ്. മെഹ്റൗളിയിലെ പുരാവസ്തു പാർക്ക് നോക്കുക. പ്രകൃതിയുടെ ശാന്തമായ സൗന്ദര്യം, പുരാതന കല്ലുകളുടെ സമ്പന്നമായ ചരിത്രവും പ്രദർശിപ്പിക്കുന്ന ഒന്നാണ് ഡൽഹിയിലെ മെഹ്റൗളി ആർക്കിയോളജിക്കൽ പാർക്ക്. MAP എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെട്ടോ. മെഹ്റൗളി ആർക്കിയോളജിക്കൽ പാർക്ക്, MAP. കൃത്യമായ പരിവർത്തനത്തിന് വിധേയമായ ഒന്നാണ് മെഹ്റൗളി പാർക്ക്. 200 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഇത് ഇസ്ലാമിന് മുമ്പുള്ള കാലം മുതൽ കൊളോണിയൽ കാലഘട്ടം വരെയുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഒന്നാണ്. 11ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ തോമർ ഭരണാധികാരികളുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ആദ്യ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെട്ട ചരിത്രപരമായ പ്രാധാന്യമുള്ള നിരവധി സ്മാരകങ്ങൾ ഈ പാർക്കിലുണ്ട്. 1840കളിൽ ഗവർണറുടെ റെസിഡൻറ്റ് കമ്മീഷൻ തോമസ് മെറ്റ്കാഫ് ഡൽഹിയിലെ ഒരു വാരാന്ത്യ റീട്രീറ്റ് കോംപ്ലക്സ് ആയിട്ട്, അതായത് ദിൽകുഷ എന്ന പേരിൽ ഒരു കോംപ്ലക്സ് തന്നെ നിർമ്മിച്ചു. കുലി ഖാൻ്റെ ശവകുടീരം, അതുപോലെ തന്നെ ബോട്ട് ഹൗസ്, അതിഥി മന്ദിരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പഴയ ശവകുടീരങ്ങൾ അദ്ദേഹം ഇംഗ്ലീഷ് ശൈലിയിലുള്ള വീടുകളാക്കിയിട്ട് മാറ്റി. ഈ സമുച്ചയത്തിൽ സർക്കുലർ ഡൈനിങ് റൂം, സെക്യൂരിറ്റി ഔട്ട് പോസ്റ്റുകൾ, അതുപോലെ തന്നെ ഹോളീസ് തുടങ്ങിയ അനുബന്ധ ഘടനകളും ഉൾപ്പെടുത്തിയിരുന്നു. മധുവിധു ആഘോഷിക്കുന്ന ദമ്പതികൾക്കുള്ള വേനൽക്കാല വിശ്രമ കേന്ദ്രമായിട്ട് മെറ്റ്കാഫ് ഇത് ഉപയോഗിച്ചു. മെഹ്റൗളി ഗ്രാമത്തിലെ സെറ്റിൽമെൻറ്റ് സമീപം സ്ഥിതി ചെയ്യുന്ന മെഹ്റൗളി പുരാവസ്തു പാർക്ക് വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ സമ്പന്നമായ ഒരു ചരിത്രപരമായ ഒരു തെളിവാണ്. 100 ഏക്കർ സമുച്ചയത്തിലുള്ള ഭൂമി ലോക പൈതൃക സ്ഥലമായിട്ട് കുത്തബ് മിനാറിനോട് ചേർന്നാണ് നിലനിൽക്കുന്നത്. ഇസ്ലാമിന് മുമ്പുള്ള അവസാനത്തെ മുഗൾ കൊളോണിയൽ കാലഘട്ടങ്ങൾ ഉൾപ്പെടെ ഡൽഹിയുടെ ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ പ്രദേശം 12ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സുൽത്താനേറ്റ് അധികാരത്തിൻ്റെ ഇരിപ്പിടമായിട്ടാണ് കണക്കാക്കുന്നത്. സ്മാരക ഘടനകൾക്ക് പേരുകേട്ട പുരാവസ്തു പാർക്ക് നൂറ്റാണ്ടുകളായി ഒരു ജനപ്രിയ സ്ഥലമായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. മൗലാന ജമാലിയുടെ മസ്ജിദ്, ശവകുടീരം, മാദി മസ്ജിദ്, രാജോൻ കി ഭവോലി, കുലി ഖാൻ്റെ ശവകുടീരം തുടങ്ങിയ കെട്ടിടങ്ങൾ അതിലുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിൽ കുലി ഖാൻ ശവകുടീരം തോമസ് മെറ്റ്കാഫിൻ്റെ റിട്രീറ്റിലേക്ക് വിലയിരിക്കുന്നതും, അതുപോലെ പാലം, മേലാപ്പുകൾ, അതിഥി മന്ദിരങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഗാർഡ്സ്കോപ്പിൻ്റെ പരിവർത്തനം ഉൾപ്പെടെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ബ്രിട്ടീഷുകാരവിടെ വരുത്തിയിട്ടുണ്ട്. സുൽത്താനേറ്റ് മുതൽ ലോധികൾ, മുഗളന്മാർ മുതൽ ബ്രിട്ടീഷുകാർ, സൂഫികൾ വരെയുള്ള നൂറ്റാണ്ടുകളുടെ പൈതൃകത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രധാന ചരിത്ര സംഭവമുള്ള സ്ഥലമാണ് ഇത് മെഹ്റൗളി പാർക്ക് കേട്ടോ. ഇനി നമുക്ക് താജ്മഹലാണ് അടുത്ത് വരുന്നത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടും ഭയങ്കരമായിട്ട് കേട്ടോ. ഓക്കെ, 2 പാർട്ടാക്കിയിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിന്. താങ്ക്സ്.